ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റൈനോടെ കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. 3 സ്റ്റേജ് ഡിഗ്രി പ്രിലിംസും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻസിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നറിയാം. ഒരു 35-36 മാർക്കിന് മുകളിലുള്ളവർ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊന്നും പറഞ്ഞ് ആരും ദയവ് ചെയ്തിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൻസിന് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിലിംസിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1-1.5 മാസം മാത്രമേ പഠിക്കാനായിട്ട് സമയം കാണത്തുള്ളൂ. നിങ്ങൾക്ക് മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്കും പിന്നെ അതേപോലെ 15 മാർക്കിന് കറണ്ട് അഫെയർ ഒക്കെ വരുമ്പോഴേനും ഒരു ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ് മെയിൻസിന് വേണ്ടി കവർ ചെയ്യാൻ വരുന്നത്. സോ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഒരു 35-36 മാർക്കിന് മുകളിലോട്ടുള്ളവർ എന്ത് ചെയ്യുക, പഠിച്ചിപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയിൻസിന് 15 മാർക്കിനാണ് കറണ്ട് അഫെയർ ചോദിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ കറണ്ട് അഫെയർ പഠിച്ച് തന്നെ പോവുക. ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക, വീക്കിലി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. മന്ത്ലി ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ മതിയാവൂ. നമ്മുടെ സ്കിൽ റൈനോടെ ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡെയിലി ഇടുന്ന ഈ ക്ലാസ്സിൻ്റെ നോട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, പൈസയൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഡെയിലി ഉള്ള കറണ്ട് അഫെയറിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിൽ റൈനോടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇഷാങ് സിംഗ് ആണ്. ഇഷാങ് സിംഗ് ആണ് 29 മീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മാറിയത്. നമ്മുടെ ശ്രീലങ്കയിലെ തലൈമന്നാറിൽ നിന്നും ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലെ ധനുഷ്കോടി വരെയുള്ള 29 കിലോമീറ്ററാണ് ഇഷാങ് സിംഗ് എന്ത് ചെയ്തിട്ടുള്ള നീന്തിക്കടന്നിട്ടുള്ളത്. എവിടെയാണ്? ശ്രീലങ്കയിലെ തലൈമന്നാർ. ഇവിടെ നിന്നും ഇവിടെ നിന്ന് എവിടെയാണ്? നമ്മൾ ധനുഷ്കോടി വരെ, തമിഴ്നാട്ടിലുള്ള ധനുഷ്കോടി വരെയാണ് നീന്തിയിട്ടുള്ളത്. 29 കിലോമീറ്റർ. എത്ര സമയം കൊണ്ടാണെന്ന് അറിയാമോ? 9 മണിക്കൂറും 50 മിനിറ്റും ആണ്. 9 മണിക്കൂറും 50 മിനിറ്റും. നമ്മുടെ ഇഷാങ്ക് ഏത് സംസ്ഥാനക്കാരാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലുള്ള റാഞ്ചിയിലുള്ള സ്വദേശിയാണ് ഇഷാങ്ക്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചിരുന്നോളേ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡേറ്റ സെന്റർ സാറ്റലൈറ്റ് ആണ് പാത്ത് ഫൈൻഡർ. അപ്പോൾ പാത്ത് ഫൈൻഡർ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡേറ്റ സെന്റർ സാറ്റലൈറ്റ് ആണ് എന്ത്? പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ 200 കിലോഗ്രാം ആണ്. ഓക്കെ, ഇതിന്റെ ഭാരം 200 കിലോഗ്രാം ആണ്. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി സംബന്ധമായ കാര്യങ്ങൾ, ദുരന്ത നിവാരണമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിസ്ഥിതിയായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഡേറ്റാസ് പെട്ടെന്ന് തന്നെ അതിവേഗം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാത്ത് ഫൈൻഡർ ആയിട്ടുള്ള ഒരു ചെറിയ ഉപഗ്രഹം എന്ത് ചെയ്യും, ഈ ഒരു ചെറിയ ഉപഗ്രഹം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഓർബിറ്റൽ ഡേറ്റ സെന്റർ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാത്ത് ഫൈൻഡർ ആണ്. ഓർത്തു വെച്ചിരുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന പുതിയ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ സച്ചിദാനന്ദനാണ്. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന പുതിയ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കവിയാണ് ആര്? കെ സച്ചിദാനന്ദൻ. 1946 തൃശ്ശൂരിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? കെ സച്ചിദാനന്ദൻ ജനിച്ചിട്ടുള്ളത്. പുള്ളിക്കാരനെ പറ്റി ഓർത്തിരിക്കുന്ന മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ 2012 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? കെ സച്ചിദാനന്ദന് ലഭിച്ചിട്ടുണ്ട്. മറന്നുവെച്ച വസ്തുക്കൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് 2012 കെ സച്ചിദാനന്ദന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഓർത്തു വെച്ചിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന പുതിയ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കെ സച്ചിദാനന്ദനാണ്. അടുത്ത പോയിന്റ്, പ്രോജക്ട് സീറോയുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് സർക്കാർ നൽകുന്ന പാരിതോഷികം എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 5000 രൂപയാണ്. നമ്മുടെ വിജിലൻസ് കൊണ്ടുവന്ന പുതിയൊരു പദ്ധതിയാണ് പ്രോജക്ട് സീറോ. എന്തിനാണ്? അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആരെങ്കിലും അഴിമതി നടക്കുന്ന ദൃശ്യങ്ങൾ എടുത്ത് സർക്കാരിൽ ഗവൺമെന്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ പാരിതോഷികമായിട്ട് കിട്ടും? 5000 രൂപ പാരിതോഷികമായിട്ട് കിട്ടും. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പട്ടികജാതി വിഭാഗത്തിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? അജയ് ആണ്. ഒന്ന് ഓർത്തു വെച്ചിരുന്നു. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പട്ടികജാതി വിഭാഗത്തിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അജയ് ആണ്.
വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻമാർക്കാണ്. അപ്പോൾ ഡെൻമാർക്കാണ് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുസ്തക നികുതി ഒഴിവാക്കിയ രാജ്യം. ഓക്കെ, അടുത്ത ചോദ്യം, നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ദ്രധനുസ്. നമ്മുടെ ചോദ്യം ഉത്തരം ഏകദേശം നല്ല രീതിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥ എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? ഇന്ദ്രധനുസ്. ഓക്കെ, അടുത്ത ചോദ്യം, വനിതാ 2020 ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആരാണ്? ഫാത്തിമ സനയാണ്. വനിതാ 2020 ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഫാത്തിമ സനയാണ്. ഏകദേശം 15 ബോളിൽ നിന്നും 50 റൺസാണ് ആര് കരസ്ഥമാക്കിയിട്ടുള്ളത്? ഫാത്തിമ സന കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ വനിതാ 2020 ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഫാത്തിമ സനയാണ്. IPL ഒരു സീസണിൽ 50-ലധികം 6 നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? വൈഭവ് സൂര്യവംശിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും വൈഭവിനെ. IPL ഒരു സീസണിൽ 50-ലധികം 6 നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? വൈഭവ് സൂര്യവംശി. ഓരോ പോയിന്റും 1-2 വട്ടം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ക്ലാസ് കണ്ടു തീരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പോയിന്റുകൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് 2026 അർഹരായത് ആരൊക്കെയാണ്? പെർവീൻ ഷെയ്ഖും ബർഹ സുബൈയും. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരത്തിന് 2026 അർഹരായത് ആരൊക്കെയാണ്? പെർവീൻ ഷെയ്ഖും ബർഹ സുബൈയും. ഓർത്തു വെച്ചിരുന്നോയെ. അടുത്ത പോയിന്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണേ. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? M മുകുന്ദനാണ്. 2026 M മുകുന്ദൻ. 2025 അറിഞ്ഞിരുന്നോ? ആരാണ്? പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കും 2026 ലഭിച്ചത് M മുകുന്ദനുമാണ്. നമ്മുടെ ONV മഹാകവി ONV കുറുപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ സ്മരണയ്ക്കായിട്ട് 2017 മുതൽ കൾച്ചറൽ അക്കാദമി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ദേശീയ അവാർഡാണ് ഇത് നമ്മുടെ ONV സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. 2026 ആർക്ക് ലഭിച്ചു? M മുകുന്ദനും. 2025 ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കുമാണ്. ഓർത്തു വെച്ചിരുന്നോയെ. ഇനി 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ഏത് നോവലിലാണ്? തായ്വാൻ ട്രാവലോഗാണ്. 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത് ഏത് നോവലാണെന്ന് ചോദിച്ചാൽ ഏത് നോവലാണ്? തായ്വാൻ ട്രാവലോഗ്. അടുത്ത പോയിന്റ്, സംസ്ഥാന സർക്കാരിന്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? S ഗുരുവായൂരപ്പൻ. നമ്മൾ ഇതിനു മുന്നേ 1-2 പുരസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഈ ക്ലാസ്സിൽ തന്നെ. ഒന്നും തിരിഞ്ഞു പോവരുത്, അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ വനം, വന്യജീവി, പരിസ്ഥിതി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? S ഗുരുവായൂരപ്പനാണ്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ 2025 മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രാജേഷ് തില്ലങ്കരിക്കാണ്. 2 ദിവസം മുന്നേ ഈ ഒരു ചോദ്യം നമ്മുടെ ന്യൂസിലൊക്കെ വലിയ വിവാദമായൊരു ചോദ്യമാണല്ലേ. നമ്മുടെ PSC പിള്ളേരൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. രാജേഷ് തില്ലങ്കരിയുടെ ഫോട്ടോയ്ക്ക് പകരം ആകാശ് തില്ലങ്കരി എന്ന മറ്റൊരാളുടെ ഫോട്ടോയാണ് അവർ വച്ചിരുന്നത്. അതിന്റെ ഇഷ്യൂസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കത് തിരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ഇട്ടതും. എന്താണ് ചോദ്യം? 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രാജേഷ് തില്ലങ്കരിക്കാണ്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ആരാണ്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിതനായത്. അടുത്ത ചോദ്യം, തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. ജമ്മു കാശ്മീരിൽ എവിടെയാണ്? സോനമാർഗിലാണ്. എവിടെ? സോനമാർഗിലാണ് ഈ നമ്മുടെ തജിവാസ് ഹിമാനി എന്ത് ചെയ്തിട്ട് സ്ഥിതി ചെയ്തിട്ട്. ഇത് പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 95% ആഗോളതാപം കാരണം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇപ്പോൾ നശിച്ച് ഉരുകി തീർന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഹിമാനി കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. യാല ഹിമാനി.
യാല ഹിമാനി. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കാരണം പൂർണ്ണമായിട്ടും ഉരുകി തീർന്നപ്പെട്ടു അല്ലെങ്കിൽ ഉരുകി കഴിഞ്ഞു അല്ലെങ്കിൽ നശിക്കപ്പെട്ടു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഹിമാനിയാണ് ഏത്? നമ്മുടെ യാല ഹിമാനി. ഇത് കൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നു. ഇത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഇതുള്ളത് നേപ്പാളിലാണ്. എവിടെയാണ്? നേപ്പാൾ. ഓക്കെ. അടുത്ത പോയിന്റ്, ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള ദമ്പതികൾക്ക് മൂന്നാമതൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ 30,000 രൂപയും 4മതൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ 40,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പദ്ധതി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലാണ് കാമി റീത്ത ഷെർപ്പയാണ്. അപ്പൊ കാമി റീത്ത ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. എത്ര തവണ കീഴടക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 32 തവണ കീഴടക്കിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് പുള്ളിക്കാരൻ എവറസ്റ്റ് കീഴടക്കിയത് 2026 മെയ് 17 ഇത് 32ാമത്തെ തവണ കയറിയതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യം ഈ പുള്ളിക്കാരൻ കയറുന്നത് 1994. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നോ. അപ്പം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റീത്ത ഷെർപ്പ. പുള്ളിക്കാരനും എന്താണ്? ഒരു നേപ്പാൾ സ്വദേശിയാണ്. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജാജു ബാബു ആണ്. നമ്മുടെ പുതിയ ക്യാബിനറ്റ് വന്നപ്പോഴും ആദ്യമായിട്ട് എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ആദ്യമായിട്ട് നിയമിച്ചത് ആരെയാണ്? കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലിനെയാണ്. അത് ആരാണ്? ജാജു ബാബു ആണ്. മറന്നു പോയതേ, കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജാജു ബാബു. അടുത്ത പോയിന്റ്, തമിഴ്നാടിന്റെ വകുപ്പ് മന്ത്രി ആരാണ്? ആർ കുമാറാണ്. തമിഴ്നാടിന്റെ വകുപ്പ് മന്ത്രി ആരാണ്? ആർ കുമാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ എക്ക് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പ് കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ കേരളമാണല്ലേ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ വകുപ്പ് വരുന്നത്. അപ്പോൾ വകുപ്പിന്റെ മന്ത്രിയായിട്ട് ആദ്യം ചുമതലയേറ്റത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. പുള്ളിക്കാരന്റെ മണ്ഡലം കൂടെ ഞാൻ ഓർത്തു വെച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതാണ്? മലപ്പുറമാണ്. നമ്മുടെ കേരളത്തിന് ശേഷം രണ്ടാമത് വകുപ്പ് കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചത് ഏതാണ്? അത് തമിഴ്നാടാണ്. ഇപ്പോൾ ഇതാ തമിഴ്നാടിന്റെ വകുപ്പ് മന്ത്രി ആരാണ്? ആർ കുമാറാണ്. ഓക്കെ. അടുത്ത പോയിന്റ്, 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡേ മിഷനായി ആരെയാണ് നിയമിതനായത്? ആരാണ്? രോഹിത് രാജ്പാൽ ആണ്. രോഹിത് രാജ്പാൽ നമ്മുടെ ഡേവിസ് കപ്പിന്റെ ഒക്കെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആണ് അല്ലെ നമ്മുടെ രോഹിത് രാജ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ 2026 കോമൺവെൽത്തിന്റെ വേദി എവിടെയാണ്? അത് ഗ്ലാസ്ഗോയാണ്. ഒന്ന് ഓർത്തു വെച്ചിരുന്ന നോട്ട് ചെയ്തോയെ. 2026 കോമൺവെൽത്ത് ഗെയിമിന്റെ വേദി എവിടെയാണ്? അത് ഗ്ലാസ്ഗോയാണ്. അപ്പോൾ അതിലുള്ള ചെഫ് ഡേ മിഷൻ, ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡേ മിഷനായി നിയമിതനായത് ആരാണ്? രോഹിത് രാജ്പാൽ ആണ്. അടുത്ത ചോദ്യം, അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ചോദിച്ച ഏതാണ്? സിക്കിമാണ്. അപ്പോൾ സിക്കിമാണ് അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം. ഉല്ലാസിന്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരുന്നോ? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ ദി സൊസൈറ്റി എന്നാണ്. അടുത്ത പോയിന്റ്, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. 2026 250 വർഷം പൂർത്തിയാക്കിയ ആഡം സ്മിത്തിന്റെ പുസ്തകം ഏതാണ്? ആൻ ഇൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. എല്ലാവർക്കും ഈ വെൽത്ത് ഓഫ് നേഷൻ എന്നായിരിക്കും കൂടുതൽ പേർക്കും ഇതിനെ കുറിച്ച് അറിയാവുന്നത്. എന്താണ്? ആൻ ഇൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. ആരുടെ ബുക്കാണ്? ആഡം സ്മിത്തിന്റെ ബുക്കാണ്. ഇപ്പൊ എത്ര വർഷം തികഞ്ഞിട്ടുണ്ട്? 250 വർഷം തികഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്നായിരിക്കും ഇത് എഴുതിയത്? 1776 ഈ ഒരു പുസ്തകം എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ആഡം സ്മിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2 പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരുന്നത്. എന്താണ്?
ഫാദർ ഓഫ് ദി മോഡേൺ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ആദം സ്മിത്ത് ആണ്. അതുപോലെ ലേസിയസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആര് തന്നെയാണ്? ആദം സ്മിത്ത് തന്നെയാണ്. അപ്പോൾ 2026 250 വർഷം പൂർത്തിയാക്കിയ ആദം സ്മിത്തിന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻ ഇൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കാസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന് പഠിച്ചാൽ അത് മാത്രം അറിയെങ്കിൽ അത് മാത്രം മതി. ഓക്കെ, അടുത്ത പോയിന്റ്, രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്രം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഭവ്യ എന്നാണ്. അപ്പൊ ഭവ്യ എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്രം ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഭവ്യ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരത്തെ ഉള്ളൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? ഉള്ളൂരിലാണ്. അടുത്ത പോയിന്റ്, വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ്? തായ്വാനാണ്. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് തായ്വാനാണ്. നമ്മുടെ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് 5ാമത്തെ റാങ്ക് ഇപ്പം തായ്വാൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ത്യ ഇപ്പോൾ എത്രതായിക്കാണ്? ഇന്ത്യ ഇപ്പോൾ 6ാമതായിട്ടുണ്ട്. 1ാമത്തത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു, ഏതായിരിക്കും? നമ്മുടെ അമേരിക്കയാണ്. 2ാം സ്ഥാനത്തുള്ളത് ഏതാണ്? ചൈനയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. അപ്പൊ മെയ് 31ന്റെ പ്രത്യേകത എന്താണ്? ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. 2026 ഇതിനൊരു പ്രമേയമുണ്ട്, എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരുന്നു. എന്താണ്? അൺമാസ്കിംഗ് ദി അപ്പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടൊബാക്കോ അഡിഷൻ എന്നാണ് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. എന്താണ്? അൺമാസ്കിംഗ് ദി അപ്പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടൊബാക്കോ അഡിഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നോട്ടൊന്നും എഴുതി ആരും സമയം കളയേണ്ട. ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ സ്കിൽ റൈനോ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ ഡിഗ്രി പ്രിലിംസിന് മാർക്ക് കുറഞ്ഞു പോയി കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാലും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. മനസ്സ് തളരാതെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചത് ഇനിയും നിങ്ങൾ പഠിച്ചടിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.